ഹായ് മഗൾസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യെസ്, അപ്പോൾ 8ാം ക്ലാസ് പരീക്ഷയാണ്, സോഷ്യൽ സയൻസ് ആണ്. നമ്മൾ എന്തിനാ വന്ന് പറഞ്ഞു കൊടുക്കുക? 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ക്രിസ്മസ് എക്സാമിന്റെ ടോപ്പിക് വിത്ത് ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. ഈ എക്സാം നമ്മൾ തൂക്കിയെടുക്കാൻ പോലുള്ള കാരണം ഇവരുടെ തൊട്ടുമേലുള്ള 9ാം ക്ലാസ്സിലെ മക്കളോട് ചോദിച്ചാൽ മതി. നമുക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു എക്സാം പാറ്റേൺ മാറി എന്ന് പറഞ്ഞപ്പോ. പക്ഷെ 9ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞതോടുകൂടി ഈ പ്രഡിക്ഷൻ ലൈവ് ഒക്കെ കണ്ട ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർ കണ്ണ് നിറഞ്ഞിട്ടുള്ള മെസ്സേജാണ് ചെയ്തത്. രാഫി സാറേ, നിഹാൽ സാറേ, സൂപ്പർ മാഷെ, ഞങ്ങൾ അങ്ങോട്ട് എക്സാം തൂക്കിന്ന്. അതുപോലെ ഇവര് നമ്മൾ സെറ്റ് ആകും. അപ്പൊ മക്കളെ, നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ആയ 6, 7, 8, 9, 10 ഈ 5 ചാപ്റ്റേഴ്സ് ടോപ്പിക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഓണം എക്സാമിന്റെ പോർഷൻസ് ഉണ്ടോന്ന്. ഓണം എക്സാമിന്റെ പോർഷൻസ് മാക്സിമം 3-4 ചോദ്യങ്ങൾ നമ്മൾ പറയും. അപ്പൊ അതെന്ത് ചെയ്യാ, ഒരു 12 മാർക്ക് പ്രതീക്ഷിക്കുക. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക് ആണ് എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. പുനരുപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങളും പുനരുപയോഗിക്കാൻ കഴിയാത്ത വിഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ തന്നെ ഫെറസ് മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസ് അല്ലെ, ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കളും ഇരുമ്പിന്റെ അംശമില്ലാത്ത ധാതുക്കളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇന്ത്യയിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കാം. ആ പേരുണ്ടല്ലോ, ടിസ്കോ, വിസ്കോ, IISCO, അത് പഠിച്ചു വെച്ചിട്ടോ. അടുത്താണ് എന്ത്? ദ ഫാക്ടർ ദാറ്റ് കോൺട്രിബ്യൂട്ട് ദ ഗ്രോത്ത് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഒഡീഷ. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഒഡീഷയിലാണ്. അത് ഒഡീഷയിൽ ഉണ്ടാവാനുള്ള കാരണം. പിന്നെ പൊല്യൂഷൻ, മലിനീകരണം, 4 ടൈപ്പ് മലിനീകരണം, അത് പഠിച്ചു വെക്കണം, പൊല്യൂഷൻ. പിന്നെ നമ്മൾ 7ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ, സാമൂഹിക ജീവിതത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനം പഠിച്ചു വെച്ചാൽ 4 മാർക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. വാട്ട് ഈസ് ഡിജിറ്റൽ എറ്റിക്വറ്റ്, ഡിജിറ്റൽ മര്യാദ എന്താണ്? അത് എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അതേപോലെ തന്നെ ഹൗ ട്രഡീഷണൽ മീഡിയ ആൻഡ് ന്യൂ മീഡിയ ഡിഫർ, പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എക്സാമിന് ചോദിച്ചേക്കാം. ആൻഡ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മീഡിയ, വ്യത്യസ്ത തരത്തിലുള്ള മാധ്യമങ്ങൾ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. ഇനി 8ാമത്തെ ചാപ്റ്റർ വരൂ. 8. യെസ് മകളെ, 8ഉം 10ഒക്കെ തീരെ സ്പേസിലില്ല, നല്ല ലാഭം അടിച്ചിട്ടുള്ള ഈ മക്കളെ. ഇപ്പൊ 8ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വലിയൊരു ചാപ്റ്റർ. പക്ഷേ എക്സാം പോയപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹം നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ വൈക്കം സത്യാഗ്രഹം നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ പഴശ്ശിരാജയുടെ പഴശ്ശി റിവോൾട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മാസ് മൂവ്മെന്റ്സ് ഇൻ ട്രാവൻകൂറിലെ ബഹുജന സമരങ്ങൾ ഏതൊക്കെയാണ്? മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ ആൻഡ് ദ നിവർത്തന പ്രക്ഷോഭം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ആഡ് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്, അത് മാസ്റ്റർ ഫോളോയിങ് ആണ്. ഈ ചാപ്റ്റർ ഒരു മാസ്റ്റർ ഫോളോയിങ് ചോദിക്കും. എവിടെ ചോദിക്കും? മാസ്റ്റർ ഫോളോയിങ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ റിഫോംസ്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ ടോപ്പിക് എന്നാണ്. ആ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ടോപ്പിക് കറക്റ്റ് പഠിച്ചു വെക്കുക. ഓരോരുത്തരുടെ പേര് പഠിച്ചു വെക്കുക. അവർ കൊണ്ടുവന്ന മുന്നേറ്റങ്ങൾ പഠിച്ചു വെക്കുക. അവർ സ്റ്റാർട്ട് ചെയ്ത അവരുടെ ഓർഗനൈസേഷൻസ് പേര് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. യെസ്. ഇനി 9ാമത്തെ ചാപ്റ്റർ വരൂ, വേഗം വരൂ. 9ാമത്തെ ചാപ്റ്റർ മക്കളെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ എന്താ പറയുക, ഇതിപ്പോ ഇപ്രാവശ്യത്തൊക്കെ +1 സംഭവങ്ങൾ തന്നെയാണ്. +1 ഇങ്ങോട്ട് 8ാം ക്ലാസ്സിലേക്ക് എടുത്താണ്. അപ്പൊ ഇതിൽ എന്റെ അഭിപ്രായത്തിൽ ഇതിൽ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പൊളിറ്റിക്കൽ റൈറ്റ്സ്, അല്ലെങ്കിൽ റൈറ്റ്സുകളുടെ അവകാശങ്ങൾ, ഈ അവകാശങ്ങൾ മക്കളെ 4 ടൈപ്പ് അവകാശങ്ങളുണ്ട്. പൊളിറ്റിക്കൽ റൈറ്റ്, അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്നൊക്കെ പറയും. ആ 4 റൈറ്റുകൾ പഠിക്കണം. അതുപോലെ തന്നെ മക്കളെ എന്ത് പഠിക്കണം? 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി, 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, അതായത് നീതിയുടെ 3 തത്വങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ സമത്വത്തിന്റെ 3 മാനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്ററി വ്യവസ്ഥയിൽ പാർലമെന്ററി പ്രസിഡൻഷ്യൽ, ഈ 2 സംഭവത്തിന്റെ ഫീച്ചേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചോദ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ വിവിധ മാർഗങ്ങൾ, അല്ലെങ്കിൽ ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി, ഈ കാര്യങ്ങൾ നോക്കണം. പിന്നെ അത് ലാസ്റ്റിലേക്കാണ് എനിക്ക് തോന്നുന്നത്, ഇതിന്റെ ലാസ്റ്റ് ഭാഗം മെയിൻ എക്സാമിനായിരിക്കും ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. ഇനി ഇന്ത്യയിൽ തന്നെ ഇതിന്റെ ഒരു ഭാഗത്ത് ഏതാ ചോദിക്കുക, നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ടാണ് ഡെമോക്രസി അഡോപ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു സംഭവം. ഇനി 10ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ 10ാമത്തെ ചാപ്റ്റർ സിലബസ് പ്രകാരം എക്സാമിന് ഫുൾ ആയിട്ട് തന്നെ ഉണ്ട്. 9ാം ചാപ്റ്റർ ഫുൾ ഉണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, നമ്മുടെ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ. യൂറോപ്പിന്റെ ഭൂമിശാസ്ത്ര സവിശേഷത ഉണ്ടല്ലോ അല്ലെ, നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ, ഉത്തര യൂറോപ്യൻ സമതലം, അങ്ങനത്തെ ആ ഒരു പിന്നെ സെൻട്രൽ ഹൈലാൻഡ്സിലെ മധ്യ മേഖല, അതേപോലെ തന്നെയുള്ള ആ ഒരു ഫീച്ചേഴ്സ് പഠിച്ചു നോക്കി. ക്ലൈമറ്റ്, കാലാവസ്ഥ, തുന്ദ്ര, ടൈഗ, ഈസ്റ്റ് വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറ്, മെഡിറ്ററേനിയൻ, അത് പഠിച്ചു വെച്ചോ. ഇത് രണ്ടും ചിലപ്പോൾ 5 മാർക്കിന് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ 3 ടൈപ്സ് ഓഫ് ഫാമിംഗ്, മിക്സഡ് ഉണ്ട്, ഇന്റൻസീവ് ഉണ്ട്, എക്സ്റ്റൻസീവ് ഉണ്ട് അല്ലെ, മിശ്ര കൃഷിയുണ്ട്, തീവ്ര കൃഷിയുണ്ട്, അങ്ങനത്തെ ടൈപ്സ് ഓഫ് ഫാമിംഗ്, വിവിധ തരം കൃഷി രീതികൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കാം. പിന്നെ ഫിൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം
എന്ത് ചെയ്തേക്കാം എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ ഒരുപാട് സിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ബെർലിൻ, റോം, ലണ്ടൻ, ആ സിറ്റീസും അത് ഏത് റിവറിന്റെ സൈഡിൽ ഒരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം അതെന്ന് ചോദിച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ ഈ ഒരു 5 ചാപ്റ്റർ നോക്കി വെക്കേണ്ടത്. പിന്നെ ബാക്കി 5 ചാപ്റ്റേഴ്സ് ഓണം എക്സാമിന്റെ പോർഷൻസ് ആണ്. ഇതൊന്ന് എല്ലാം കൂടി ഒരു 12 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോ. അത് നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യുക. ലൈവിലേക്ക് കറക്റ്റ് എത്തുക. ഇത് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ലൈവിന് ശേഷമുള്ള നോട്ട് നമ്മൾ അതിലാണ് അയക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ മക്കളെ, ഇന്ന് 7 മണി മറക്കരുത്. അത് 7 മണിക്ക്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്താൽ മതി. നമ്മുടെ ലൈവ് ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല ഒന്ന് നോട്ടിഫൈ അമർത്തി വെക്കുക. പിന്നെ അത് മാത്രമല്ല ജസ്റ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഇട്ടു. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ലൈവിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.